റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തൃശൂർ മേയർ സ്ഥാനാർത്ഥിയായി ഡോക്ടർ നിജി ജസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസ്. നിജി ജസ്റ്റിൻ മേയറായത് പണം നൽകിയാണെന്ന് ലാലി ജെയിംസ് ആരോപിച്ചു. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട തൃശൂർ ജില്ലയിലെ നേതാക്കൾക്ക് പണം നൽകിയെന്നാണ് ആരോപണം. 3 ദിവസം മുൻപ് പെട്ടിയുമായി ഡോക്ടർ നിജി ജസ്റ്റിനും ഭർത്താവും ഉൾപ്പെടെയുള്ളവർ പോകുന്നത് കണ്ടതായും ആരോപണമുണ്ടെന്ന് ലാലി ജെയിംസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി ഡോക്ടർ നിജി ജസ്റ്റിൻ ഇന്നലെ പ്രഖ്യാപിച്ചു. പക്ഷേ അവസാന നിമിഷം വരെ ഉയർന്നുകേട്ട പേരായിരുന്നു ലാലി ജെയിംസിൻ്റേത്. 4ാമത് തവണ കൗൺസിലറായ വ്യക്തിയാണ് ലാലി ജെയിംസ്. സമരമുഖങ്ങളിൽ സജീവമായിരുന്നു. അവർക്ക് പല വേദനയുണ്ട്. ഈ കാര്യത്തിൽ നിരവധി തവണ പരിഗണിക്കപ്പെട്ടിട്ടും തള്ളപ്പെട്ടതിൻ്റെ വേദന അവർ പങ്കുവെക്കുകയാണ്. എന്തായിരുന്നു അങ്ങനെ തള്ളപ്പെടാണ്ടായത്? അത് പാർട്ടി ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അണിയറയിലുള്ളവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയുകയുള്ളൂ. ഇവിടെ ഗ്രൂപ്പില്ല പാർട്ടിയിൽ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പണിയെടുത്ത ആളുകളാണ്. എനിക്ക് സംസ്ഥാന ഭാരവാഹിത്വം ഇല്ല, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിലില്ല എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇത് പലരുടെയും കുത്തകയായി സംസ്ഥാന ഭാരവാഹിത്വങ്ങളും DCC ഭാരവാഹിത്വങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തേക്കൊരു സ്പേസ് പാർട്ടി ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒപ്പം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ ഞാൻ പാർട്ടി ഭാരവാഹിത്വങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഓടിയിട്ടില്ല. ഞാൻ ഓടിയിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലാണ്. ഇന്ന് തൃശ്ശൂർ നഗരത്തിലെ ഏതൊരാളോടും ഒരു സർവേ നിങ്ങൾ നടത്തിക്കോളാൻ മാധ്യമപ്രവർത്തകർ ആരായിരിക്കണം മേയർ എന്നതിൻ്റെ ഒരു 80% ആളുകൾ പറയാൻ ലാലി ജെയിംസ് എന്നായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രമാത്രം പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു വനിതയാണ് ഞാൻ. തട്ടിപ്പ് വേണ്ട കാരണം എന്താ? അതെന്നെ 3 ദിവസം മുമ്പ് എന്നെ DCCയിലേക്ക് വിളിച്ചിരുന്നു. 3 ദിവസം മുമ്പ് എന്നെ DCCയിലേക്ക് വിളിക്കുമ്പോൾ അവിടെ MP വിൻസെൻ്റ്, TN പ്രതാപൻ ആൻഡ് DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, 2ാമത്തെ ടൈമിലേക്കോ 3ാമത്തെ ടൈമിലേക്കോ തന്നു കഴിഞ്ഞാൽ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും എൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. എനിക്ക് ആദ്യ തവണ 1 വർഷം തന്നിട്ട് ബാക്കി 4 വർഷം ഒരാൾക്ക് കൊടുത്തു, എനിക്ക് വിഷമമുണ്ടാവില്ല. അങ്ങനെ പറ്റുമെന്ന് ഞങ്ങൾ പരിശ്രമിക്കാം. പക്ഷേ 2ഓ 3ലേക്കോ ഞാൻ അപ്പം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് മേയർ പോസ്റ്റ്. അത് ഓരോ വർഷവും മാറിപ്പോകേണ്ടതല്ല. അത് എന്നെ ഒഴിവാക്കി 2 പേരിലേക്ക് കൊടുത്താലും എനിക്ക് വിരോധമില്ല. കാരണം ഞാൻ ആ ഒരു പോസ്റ്റിന് വേണ്ടി വന്ന വ്യക്തിയല്ല. പക്ഷേ ആഗ്രഹങ്ങൾ തന്നതും മുന്നിലേക്ക് വെച്ചതും ഒക്കെ പാർട്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അവസാന വാക്ക് അഡ്വക്കേറ്റ് സുബി ബാബുവിന് കൊടുത്തോട്ടെ ഇനി എന്നുള്ളതാണ്. കാരണം അവരും 4 തവണ വിജയിച്ചു വന്നു, ഡെപ്യൂട്ടി മേയറായിരുന്നു. അപ്പോൾ സാമുദായിക ഘടകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ദിവസങ്ങളോളം നീണ്ടു നിന്നു. ഇതൊരു മതേതരത്വ പാർട്ടിയാണെന്ന് ആരും മറന്നു പോകരുത്. ഇത് ലാലിച്ചി തട്ടിപ്പോയതിൽ സാമ്പത്തിക ആരോപണങ്ങളുണ്ടോ? ഇത് പലരും പറയുന്നു. കാരണം ലാലി ജെയിംസിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നു, അവർ DCC വൈസ് പ്രസിഡൻ്റാണെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തി എപ്പോഴെങ്കിലും പാർട്ടിയുടെ മുൻനിരയിൽ വൈറ്റ് കോളറായി നടന്നു എന്നല്ലാതെ ഏതെങ്കിലും സമരമുഖങ്ങളിലോ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനമോ ഈ തൃശ്ശൂർ ജനത കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കാം. പക്ഷേ ഇതൊന്നുമില്ലാതെ 100 ആളിൽ ഇപ്പോൾ DCC സെക്രട്ടറിമാർ 100 ആളുണ്ടെങ്കിൽ 100-ൽ ഒരാളാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റുകളെ പെരുപ്പിച്ച് കാണിച്ച് അവരെ മുന്നിലേക്ക് 2 ദിവസം മുമ്പ് എടുത്തു വയ്ക്കുമ്പോൾ പാർട്ടിക്ക് അതിൻ്റെ നേട്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ നേട്ടം പലരും പറയുന്നു. 3 ദിവസം മുമ്പ് നിജിയും ഭർത്താവും 2 പേരും അടങ്ങുന്ന ഒരു വണ്ടി പെട്ടിയുമായി നടക്കുന്ന കണ്ടു. അതിൽ ലാലിയുടെ മേയർ സ്ഥാനം തട്ടിപ്പോകുമോ എന്ന് എന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കുക. ഞാൻ പറഞ്ഞു, പെട്ടിയിൽ മുണ്ടാണോ കാശാണോ സാരിയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരെയാണ് ഈ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവുക? എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരുന്ന ഒരു കാര്യം എൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിത്താണ് ഞാൻ. അവസാനം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ചോരയും നീരും കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നവരും നയിച്ചവരും ഒരുപാട് മഹാരഥന്മാരാണ്. കേവലം ഇവിടെയുള്ള 4-5 ദേശീയ നേതൃത്വം സ്വാധീനിച്ചത് എങ്ങനെയായിരിക്കും? അത് ഇവിടെ നിന്നുള്ള വഴിയല്ലാണ്ട് മാർഗമൊന്നുമില്ല. കാരണം മാത്യു കുഴൽനാടൻ MLA ഇവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറയുമ്പോൾ
അവരൊരുമിച്ച് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ദീപാദാസ് മുൻഷി ഇവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് ഇവിടെ പറയുമ്പോൾ ഇവിടുന്നാണ് അങ്ങോട്ട് വഴിവെട്ടി കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലെ നേതാക്കൾ അവർക്ക് പുറകിലുള്ളത് അത് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് യോഗം നടക്കുന്നത് വരെ ഇവരുടെ വീട്ടിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിജി ജസ്റ്റിൻ്റെ വീട്, അതിനുവേണ്ടി സൗകര്യങ്ങൾ ഗ്രൂപ്പ് യോഗങ്ങൾക്ക് കൊടുക്കാറുണ്ട്, ഗ്രൂപ്പ് അവിടെ കൂടാറുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ വ്യക്തമായിട്ടും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു എന്ന് ഞാൻ കേട്ടു. എനിക്കൊരു അഭിമാനമുണ്ട്. ആരാണ് ലാലി ജെയിംസ്? ഒരു ജനകീയ വനിതയാണെന്ന് പറയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്നൊരു വനിതയാണെന്ന് പറയുന്നു. അവരാരാണെന്ന് അന്വേഷിച്ചു എന്ന് പറയുന്നു. KC വേണുഗോപാലിനും അതുപോലെ തന്നെ ആ രീതിയിൽ ആ ഭാഗത്താണോ പണം പോയിരിക്കുന്നത്? അത് ഒരിക്കലല്ല. അത് തൃശ്ശൂരിൽ മാത്രം. അത് തൃശ്ശൂരിലാവാനാണ് സാധ്യത. കാരണം അത് തൃശ്ശൂരിലാകും. പാർട്ടി ചലിക്കണമെങ്കിൽ ഫണ്ട് വേണമെന്നുള്ള ഒരു സൂചനയൊക്കെ എനിക്ക് തന്നിരുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിലെ മേയറായി വരുന്നത് തൃശ്ശൂരിലെ നേതാക്കൾക്ക് പണം കൊടുത്തിട്ടാണ് അല്ലേ? അത് സ്വാധീനിച്ചിട്ടാണ്. അത് കൊടുത്തു എന്ന് പൂർണ്ണമായും പറയാൻ എനിക്ക് കഴിയില്ല. അഭ്യൂഹങ്ങളുണ്ട്. അഭ്യൂഹങ്ങൾ ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പേര് ആദ്യഘട്ടം മുഴുവൻ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഡോക്ടർ നിജി ജസ്റ്റിന് സീറ്റില്ല എന്നുള്ളത് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിന്നൊരു ചർച്ചയാണ്. അതായത് കിഴക്കുംപാട്ടുകര സീറ്റിന് വേണ്ടി എത്രയോ നാളുകളാണ് അവർ കാത്തിരുന്നത്. അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ പോലും അവർക്കെതിരായിരുന്നു. സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന ഘട്ടം ഇതുപോലെ തന്നെയാണ് ദീപാദാസ് മുൻഷി ഇടപെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും പണിയെടുത്ത സ്ത്രീകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു വൈറ്റ് കോളർ അല്ലെങ്കിൽ ഒരു ഇന്നിപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് നടക്കണം, മേയറിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്, ലാലിച്ച് പങ്കെടുക്കും. എൻ്റെ നേതാവ് ശ്രീ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ തന്നെയാണ്. അവരെനിക്ക് തരുന്ന ഉപദേശം പങ്കെടുക്കണം എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഞാൻ വേണോ വക്കീലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണം. കാരണം നിങ്ങൾ പക്വതയുള്ളൊരു നേതാവ് തന്നെയാണ്. നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിന്നാൽ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാവും. പാർട്ടിക്ക് നമ്മളുടെ ഒരു വികാരം കൊണ്ട് നമ്മളതിൽ നിന്ന് മാറി നിന്നാൽ പിന്നീട് നമുക്കത് വലിയ നഷ്ടങ്ങളായിരിക്കും. ഒരിക്കലും എൻ്റെ പാർട്ടിക്ക് ഡാമേജ് വരാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഈ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് പറയുന്നത്. പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് വോട്ട് ചെയ്യാൻ വിപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലും ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ വിപ്പ് കൈപ്പറ്റണമെന്ന് നിർബന്ധമില്ല. അത് വോട്ട് മാറ്റിക്കുത്തുകയോ അല്ലെങ്കിൽ ഒക്കെയാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ലാലി ജെയിംസ് എന്ന വ്യക്തിക്ക് പണമില്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറാവാൻ കഴിയാതിരുന്നതെന്ന് പറഞ്ഞാൽ അത് സത്യമാണോ? അത് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രമേ താഴെ പോയിട്ടുള്ളൂ. അതെനിക്കറിയാം. പക്ഷേ തൃശ്ശൂർ നഗരത്തിലെ ജനങ്ങൾ ലാലിയോടൊപ്പമാണ്. ഞാൻ ചോദിച്ചത് വളരെ വ്യക്തമാണ്. കാശില്ലാത്തതുകൊണ്ട് മേയറാവാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് തോന്നുന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ പരിഗണിക്കുമായിരുന്നു തോന്നുന്നു. കാരണം എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള വ്യക്തത ഞാൻ DCC പ്രസിഡന്റിനോടടക്കം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഗുരുതരമായ ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിക്കുന്നത്. പണം കൊണ്ടാണ് ഇവിടെ മേയറായതെന്ന് ആ അഭ്യൂഹങ്ങളുണ്ട്. അത് പരിശോധിക്കണമെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും വലിയ വേദനയിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 3 തവണയും ഇത് 4ാം തവണയാണ് കൗൺസിലറായിരിക്കുന്നത്. എന്നിട്ടും തന്നെ തഴഞ്ഞതിലുള്ള വേദന അവർ പങ്കുവെക്കുകയായിരുന്നു. റിപ്പോർട്ടർ തൃശ്ശൂർ. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമുളപ്പിൽ. പണം വാങ്ങി മേയർ പദവി വിറ്റു എന്നല്ലേ ലാലി പറഞ്ഞതിന്റെ ചുരുക്കം? വെരി ഗുഡ് മോർണിംഗ് സുജയ. സാരാംശവും അന്തസത്തയും പൂർണ്ണമായും അതുതന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയെ മേയറാക്കുന്നതിന് പിന്നിൽ തൃശ്ശൂരിലെ പല നേതാക്കളും പണം വാങ്ങിയതായ അഭ്യൂഹമുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടിയുമായി പോകുന്നു എന്ന് കണ്ടു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഏതായാലും അതീവ ഗുരുതരമായ ആരോപണം എന്ന് തന്നെ പറയേണ്ടി വരും. അതീവ വേദനയിലാണ് അവർ. സത്യത്തിൽ അവർ 4ാം തവണ കൗൺസിലർ ആവുകയാണ്. പല സീനിയർ കൗൺസിലർമാരും ഉണ്ടായിരിക്കെ അവരെല്ലാം തഴഞ്ഞുകൊണ്ട് ആദ്യമായ ഒരു കൗൺസിലിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ മേയറാക്കുന്നതിന് മാനദണ്ഡം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനമോ പാർട്ടിക്ക് വേണ്ടി നിരന്തരമായ സമരങ്ങൾ നയിച്ചതോ അല്ല, മറിച്ച് വലിയ സ്വാധീനം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലയിലെ നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ട് ആ പദവിയിലേക്ക് എത്തിയെന്ന ഗുരുതര ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് ഗുരുതരമായ സ്ഥിതിയിലേക്ക് പോകും. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നവർക്ക് ഉടൻ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ഇപ്പോൾ DCC കൊടുക്കും എന്നാണ്. ഇവർ ആവശ്യപ്പെട്ടത് ആദ്യം 1 വർഷം മേയറാകണം എന്നതാണ്. 4 വർഷവും മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ എന്ന ഒരു അഭ്യർത്ഥന അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ പാർട്ടി നേതൃത്വം അത് അംഗീകരിച്ചില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ ലാലി ജെയിംസിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. സമുദായ സമവാക്യങ്ങൾ അനുസരിച്ചാണ് ഇവിടെ മേയറെ നിശ്ചയിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ക്രിസ്ത്യാനിക്കും 2ാം ഘട്ടത്തിൽ ഹിന്ദുവിനും കൊടുക്കുക എന്ന ഒരു അലിഖിതമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ക്രൈസ്തവരായ കൗൺസിലർമാരെ
തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ ശാന്തമായെങ്കിലും അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ അത് അസ്വസ്ഥതകളിലേക്ക് എത്തിയിരുന്നു. അവസാനം ഇപ്പോൾ അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉയരുന്നത് അതീവ ഗുരുതരമായ അഴിമതി ആരോപണമാണ്, കൈക്കൂലി ആരോപണമാണ്. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ജെയ്സൺ ചാവളപ്പിലാണ്. തൃശൂർ കോൺഗ്രസിലാണ് ഇപ്പോൾ തർക്കം രൂക്ഷമാകുന്നത്. മേയർ സ്ഥാനം അത് പണം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് കിട്ടിയേനെ എന്ന് അത് ആഗ്രഹിച്ചിരുന്ന ലാലി പറയുകയാണ്. അപ്പോൾ പണം കൊടുത്തോ? നേതാക്കൾക്കെതിരെയാണ് വിമർശനം വന്നിരിക്കുന്നത്. അതിനുള്ള മറുപടി ഉണ്ടാകുമോ? ലാലിക്കെതിരെ അതോ നടപടിയെടുക്കുമോ? എന്താണ് ഉണ്ടാവാൻ പോവുകയെന്ന് നമുക്ക് കാത്തിരിക്കാം.